ഹായ്, എല്ലാവർക്കും നമസ്കാരം. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനൊരു ഹോസ്പിറ്റലിലെ OPD-യിൽ ഞാൻ എൻ്റെ വൈഫിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയി. ഞാൻ നോക്കുമ്പോൾ ധാരാളം ആളുകൾ ക്യൂ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ആളുകൾ, അവർക്ക് ഒന്ന് നേരെ നിവർന്ന് നിൽക്കാൻ പോലും ശേഷിയില്ലാത്ത ആളുകൾ പോലും വന്നിട്ട് പ്രായമുള്ളവർ ആ ക്യൂവിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം ഇരിക്കാനുള്ള ഇരിപ്പിടമില്ല. പിന്നെ ഞാൻ നോക്കുമ്പോൾ കാണുന്നത് ഈ സ്ത്രീകൾ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുള്ള സ്ത്രീകൾ, മുലയൊക്കെ കൂട്ടുന്ന പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളുള്ള സ്ത്രീകളൊക്കെ അവിടെ ആ കുഞ്ഞുങ്ങളെയും പിടിച്ച് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ഭയങ്കര റഷാണ് OPD-യിൽ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, എന്താണ് ഇതിനൊരു സൊല്യൂഷനൊന്നും ഇല്ലേ? ഇതെന്താണ് ഇന്ത്യയിലെ എല്ലാ ആശുപത്രികളിലും, മിക്കവാറും ആശുപത്രികളിലെല്ലാം ഈവൻ ബുക്ക് ചെയ്തിട്ട് നമ്മൾ ചെന്നാൽ പോലും അവിടെ നമ്മൾ പിന്നെ മണിക്കൂറുകൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ഒരവസ്ഥയാണ്. അത് കഴിഞ്ഞ് ഞാൻ ചുമ്മാ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ ഡോക്ടർ അതിനപ്പുറം കിടന്ന് ബുദ്ധിമുട്ടുകയാണ്. പുള്ളി ഇങ്ങനെ കുറേ പേഷ്യൻസ് വന്നിങ്ങനെ ക്യൂ നിൽക്കുന്നത് കൊണ്ട് തന്നെ പുള്ളിക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇത് എഴുതി പോകണം, പ്രിസ്ക്രിപ്ഷൻ ഷീറ്റുകൾ എഴുതി പോകണം, ചീട്ട് എഴുതി പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്ക് എല്ലാം കൂടെ ആയിട്ട് പുള്ളി ആകെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് പുള്ളി നിൽക്കുന്നത്. അപ്പോൾ അത് ടോട്ടൽ ഒരു ബേൺ ഔട്ടാണ് അവിടെ. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് ആലോചിച്ചു, ഇതിനൊരു സൊല്യൂഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മൾ ബുക്ക് ചെയ്യുന്നു, നമ്മൾ അവിടെ പോയി മണിക്കൂറോളം വെയിറ്റ് ചെയ്യുന്നു. ആ ഡോക്ടേഴ്സും അതിൻ്റെ ബുദ്ധിമുട്ടുകളും ആശുപത്രി എല്ലാം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് പറയുന്നു, ആശുപത്രിനെ കുറ്റം പറയുന്നു, അല്ലെങ്കിൽ ആ ക്ലിനിക്കിന് നമ്മൾ കുറ്റം പറയുന്നു, അവിടെ ഭയങ്കര തിരക്കാണ്, ഭയങ്കര സമയമെടുക്കുന്നതല്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ മനസ്സിലേക്കൊരു ഐഡിയ കടന്നു വന്നത്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെയാണ് ഞാൻ ക്യൂമോഡിഫൈ എന്നുള്ളൊരു ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇന്ന് ക്യൂമോഡിഫൈ ടെക്നോളജീസ് LLP എന്ന കമ്പനിയുടെ കീഴിൽ ആപ്ലിക്കേഷന് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അതിൽ കൂടെ ബുക്കിംഗ് എടുക്കുകയാണെങ്കിൽ, പേഷ്യൻസിന് ആപ്പ് ഉപയോഗിക്കണം നിർബന്ധമൊന്നുമില്ല, എന്നാലും അതിൽ കൂടെ ബുക്കിംഗ് എടുക്കുകയാണെങ്കിൽ അവർക്ക് ആ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാതെ തന്നെ ആ ക്യൂവിൻ്റെ ലൈവ് ക്യൂ കാണാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ ബുക്കിംഗ് എടുക്കുന്ന സമയത്ത്, ഈ ഹോസ്പിറ്റൽ ഈ ആപ്പിൽ കൂടെ പേഷ്യൻസിൻ്റെ ബുക്കിംഗ് എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ക്ലിനിക്ക്, അല്ലെങ്കിൽ ഈവൻ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ആണെങ്കിൽ പോലും അവർ ഇതിൽ കൂടെ വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് ഫോൺ നമ്പറും മൊബൈൽ നമ്പറും മാത്രം മതി, പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇതെല്ലാം എടുത്ത് നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ആ പേഷ്യൻസിൻ്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് ചെല്ലും, കൺഫർമേഷൻ മെസ്സേജ്. അതിനകത്തൊരു ലൈവ് ക്യൂ സ്റ്റാറ്റസ് വെബ് പേജിൻ്റെ ഒരു ലിങ്ക് ഉണ്ടാവും. അതിനകത്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആശുപത്രിയിൽ എങ്ങനെയാണോ ക്യൂ മൂവ് ചെയ്യുന്നത്, ഡോക്ടർ ഓരോ പേഷ്യൻറ്റിനെ സെർവ് ചെയ്യുന്നതനുസരിച്ച് ഏത് ടോക്കൺ സെർവ് ചെയ്തു, എത്ര സമയം എടുത്തു, ഇനി എൻ്റെ അല്ലെങ്കിൽ ഈ പേഷ്യൻറ്റിൻ്റെ ടോക്കൺ എപ്പോഴാണ് സെർവ് ചെയ്യുന്നതെന്നുള്ള ടൈം വരെ വളരെ കൃത്യമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. ഒരു ലൈവ് ക്യൂ നമ്മൾ കാണുന്ന പോലെ. അതൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആശുപത്രി വന്ന് ക്യൂ നിൽക്കണ്ട, വീട്ടിലിരുന്നാൽ മതി. സമയമാവുന്ന സമയത്ത്, കാരണം ടൈമിംഗ് എപ്പോഴാണ് വരുന്നത് എന്നുള്ളവരെ പ്രിഡിക്റ്റ് ചെയ്യുന്നതുകൊണ്ട്, ആ സമയമാകുമ്പോൾ ആശുപത്രിയിൽ വന്ന് അല്ലെങ്കിൽ ക്ലിനിക്കിൽ വന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് അവർക്ക് ആ സർവീസ് എടുത്താൽ മതി. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ സംഭവം, ഈ ക്യൂമോഡിഫൈ ആപ്പ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഡോക്ടേഴ്സ് പേഷ്യൻസുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, കൺസൾട്ടേഷൻ നടക്കുകയാണ്. അന്നേരം ഈ ക്യൂമോഡിഫൈ ആപ്പ് അത് ലിസൺ ചെയ്തിട്ട് ഡോക്ടർ എന്തൊക്കെയാണോ പറയുന്നത് അതിലുള്ള എല്ലാ മെഡിക്കൽ ടേംസും, മെഡിസിൻ്റെ നെയിംസും, അതെങ്ങനെയാണ് കൊടുക്കേണ്ടത്, അതിൻ്റെ എത്രയാണ് കഴിക്കേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ലിസൺ ചെയ്തിട്ട് കംപ്ലീറ്റ് എൻഡ് ടു എൻഡ് ആ ചീട്ടില്ലേ, ആദ്യം തൊട്ട് അവസാനം വരെ ഇത് ആ മെഡിസിൻസിൻ്റെ ടേബിൾ അടക്കമുള്ള എല്ലാ ചീട്ടും എൻഡ് ടു എൻഡ് താഴെ വരെ ഉള്ളത് ഫുള്ള് തന്നെ എഴുതി തരും. അതായത് നിങ്ങൾ രോഗിയുമായിട്ടുള്ള കൺസൾട്ടേഷൻ അല്ലെങ്കിൽ കോൺവെർസേഷൻ, ആ സംഭാഷണം കഴിയുമ്പോഴത്തേനും ചീട്ട് റെഡി ആയിട്ടുണ്ടാവും. അപ്പം എന്താണ്, ഈ പ്രിസ്ക്രിപ്ഷൻ ഷീറ്റുകൾ അല്ലെങ്കിൽ ഈ ചീട്ട് എഴുതുന്ന പരിപാടി, അതിൻ്റെ ഒരു ബേൺ ഔട്ട് ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ ഒഴിവാക്കാനായിട്ട് പറ്റും. അത് ഔട്ട് പേഷ്യൻറ്റിന് മാത്രമല്ല കേട്ടോ, ഇൻപേഷ്യൻറ്റ്, ഒരാൾ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അവരുടെ ഇൻപേഷ്യൻറ്റ് കേസ് ഷീറ്റ് ഫുള്ള് ഓൾമോസ്റ്റ് 90% ഓട്ടോമാറ്റിക്കലി AI തന്നെ റൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഓട്ടോസ്ക്രൈബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കംപ്ലീറ്റ്ലി ഡോക്ടേഴ്സിൻ്റെ പ്രശ്നവും പരിഹരിക്കുന്ന ഒരു ആപ്ലിക്കേഷനായിട്ട് മാറിയിട്ടുണ്ട്. മാത്രമല്ല, ഇതിനകത്ത് വേറൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ക്ലിനിക്ക് ഓണേഴ്സ് അല്ലെങ്കിൽ ചെറിയ ഹോസ്പിറ്റലൊക്കെയാണ് ഓണേഴ്സാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ ആ ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഫുൾ ബിസിനസ്സിനെ അനലൈസ് ചെയ്ത്, അതുപോലെ തന്നെ ഈ പേഷ്യൻസ് ചേൺ ഔട്ടായി പോകുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ആദ്യം വന്ന പേഷ്യൻസ് പിന്നെ വരാതിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ഇന്ന് മാറിപ്പോകുന്ന പരിപാടി, അതൊക്കെ ഒഴിവാക്കുന്ന ചില സിസ്റ്റങ്ങളുണ്ട്. അതായത് ബിസിനസ് അനലിസ്റ്റ്, ചേൺ റെഡ്യൂസർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ 50% ലോസ്റ്റ് കസ്റ്റമേഴ്സിനെ തിരിച്ചു കൊണ്ട് തരാൻ പറ്റുന്നൊരു സംവിധാനം. മാത്രമല്ല, ഇതിനകത്ത് ബുക്കിംഗ് ഉണ്ട്, അതുപോലെ സർവീസ് കൊടുക്കാൻ പറ്റും,
പിന്നെ ഫാർമസി ഉണ്ട്. ഇന്ത്യയിലുള്ള ഓരോ ആപ്ലിക്കേഷൻ ഒന്നിലൊരു ബുക്കിംഗ് ആപ്ലിക്കേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കൺസൾട്ടേഷൻ ആപ്ലിക്കേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ബില്ലിങ്ങിന് വേറൊരു ആപ്ലിക്കേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഫാർമസി വേറൊരു ആപ്ലിക്കേഷൻ ആയിരിക്കും. പക്ഷേ ഇതിനകത്ത് ബുക്കിംഗ്, ബില്ലിങ്, ഫാർമസി, ലാബോറട്ടറി, അതുപോലെ തന്നെ ബില്ലിങ്, എവരിത്തിങ്. അതായത് ഒരു പേഷ്യൻ്റ് നിങ്ങളുടെ ക്ലിനിക്കിലേക്കോ നിങ്ങളുടെ അടുത്തേക്കോ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ആദ്യം തൊട്ട് അവസാനം വരെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ഒരൊറ്റ ആപ്ലിക്കേഷനിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇത് വളരെ യൂസർ ഫ്രണ്ട്ലിയാണ്. അതായത് UA വളരെ സിമ്പിളാണ്. ഡോക്ടേഴ്സിനൊന്നും അധികം കൺഫ്യൂഷൻ ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഒരു സംഭവം എന്ന് പറയുന്നത്, ഇത് ഏത് ഡിവൈസിലും, മൊബൈൽ ഡിവൈസിലോ അല്ലെങ്കിൽ ടാബ്ലറ്റിലോ ലാപ്ടോപ്പിലോ ഏത് ഡിവൈസിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ആപ്ലിക്കേഷനാണ്. അപ്പം സെൽഫ് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറായാലും അല്ലെങ്കിൽ ക്ലിനിക്കിൻ്റെ ഓണേഴ്സ് ആയാലും അല്ലെങ്കിൽ ചെറിയ ഹോസ്പിറ്റൽ ഓണേഴ്സ് ആയാലും എല്ലാം അവർക്കൊരു EMR ആപ്പായിട്ടും ഒരു കൺസൾട്ടേഷൻ ആപ്പായിട്ടും ഒരു ബുക്കിംഗ് ആപ്പായിട്ടും ഒരു ലൈവ് ക്യൂ ആപ്പായിട്ടും ഒരു ബിസിനസ് അനലിസ്റ്റ് ആപ്പായിട്ടും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓൾ ഇൻ വൺ ആപ്ലിക്കേഷനാണ് QModify എന്ന് പറയുന്നത്. അപ്പം ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം. നിങ്ങൾക്ക് www.qmodify.com എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാലും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. എന്തായാലും കൺസൾട്ടേഷൻ ചെയ്യുന്ന ഡോക്ടേഴ്സിന് വളരെ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും എന്നുള്ളൊരു യാതൊരു സംശയമില്ല. വളരെ അഫോർഡബിൾ ആണ്. ഇവരുടെ ബേസിക്സ് ഇതൊക്കെ പ്ലാൻ ഒരു സ്റ്റാർട്ട് ചെയ്യുന്നത് 999 ഓട്ടോസ്ക്രൈബ് ഫെസിലിറ്റീസ് ഫുള്ളുള്ള ഒരു സൂപ്പർ ആപ്ലിക്കേഷനാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്താണ് പറയുന്നത്, ഇതെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. മാത്രമല്ല നിങ്ങളുടെ പേഷ്യൻസിൻ്റെ ടൈം നിങ്ങൾ മാനിക്കുന്നുണ്ടെങ്കിൽ, എല്ലാവരുടെയും ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എത്രത്തോളം ടൈം വാല്യുബിളാണോ അത്രത്തോളമാണ് എല്ലാ പേഷ്യൻസും നിങ്ങളുടെ അടുത്ത് വരുന്ന എല്ലാ യൂസേഴ്സിൻ്റെയും ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അവരെ നമ്മുടെ ഹോസ്പിറ്റലിലോ ക്ലിനിക്കിലോ കൊണ്ടുവച്ചിട്ട് കുറേ നേരിട്ട് വെയിറ്റ് ചെയ്യിപ്പിച്ച് അവരുടെ വാല്യുബിൾ ടൈം അവരവരുടെ സ്നേഹിക്കുന്ന അവരുടെ ഫ്രണ്ട്സിൻ്റെയോ ഫാമിലീൻ്റെ കൂടെ ചിലവഴിക്കേണ്ട സമയം, അല്ലെങ്കിൽ അവരുടെ അവർക്ക് ഉപകാരപ്പെടുന്ന സമയത്തെ നമ്മൾ നഷ്ടപ്പെടുത്തി അവരെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഉറപ്പായിട്ടും നിങ്ങൾ കൊണ്ടുവരണം. നിങ്ങൾ പേഷ്യൻ്റ് കെയർ അല്ലെങ്കിൽ പേഷ്യൻസിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു ഹോസ്പിറ്റലായിട്ട് നിങ്ങൾ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കായിട്ട് അല്ലെങ്കിൽ ഒരു സെൽഫ് പ്രാക്ടീസറായിട്ട് നിങ്ങൾ മാറുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല ഗൂഗിൾ റേറ്റിംഗ്സ് കിട്ടും. ഇത് ഈ ആപ്ലിക്കേഷനകത്ത് നിങ്ങളുടെ ഗൂഗിൾ റേറ്റിംഗ്സ്, പോസിറ്റീവ് ഗൂഗിൾ റേറ്റിംഗ് മാത്രം കിട്ടിക്കുന്ന ഒരു സംവിധാനം കൂടെ ഉണ്ട്. അതൊരു ഫീച്ചറാണ്. അത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അതും കൂടെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പം ടോട്ടലി നിങ്ങൾക്ക് വെറുതായിട്ടൊരു ആപ്ലിക്കേഷനാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക.